പിന്നെ നമ്മൾ കുറേ നാളുകൊണ്ട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു നമ്മുടെ വയനാടിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല എന്നുള്ള കാര്യം അല്ലേ. അപ്പം ഇപ്പം ലെവൽ 3യിലേക്ക് നേടാൻ, അതായത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ലെവൽ 3യിലേക്ക് നേടാനായിട്ട് ശ്രമം തുടരുമെന്നാണ് പറയുന്നത്. അംഗീകരിച്ചാൽ ദേശീയ രാജ്യാന്തര സഹായം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആകെ നമുക്കന്ന് ലഭിച്ചിരുന്നത് 542.89 കോടി രൂപയായിരുന്നു. കാരണം നമ്മൾ കുറേ ആൾക്കാർ നമുക്ക് സഹായമായിട്ട് തന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സഹായമുണ്ടെങ്കിലേ നമുക്ക് വയനാടിനെ പുനരുജ്ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം. അപ്പം വീണ്ടും നമ്മൾ ലെവൽ 3 നേടാനായിട്ട് ശ്രമം തുടരുമെന്നാണ് സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് പറയുന്നത് ലെവൽ 3യിൽ ഉൾപ്പെടുത്താനായിട്ട്. ദുരന്തം വിലയിരുത്താനെത്തിയ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം സംസ്ഥാനത്തിൻ്റെ നിവേദനം പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സഹായ ലഭ്യതയ്ക്കായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതുണ്ടെന്നും കേരളം തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായത്തോടെ മാത്രം പുനരധിവാസ പ്രവർത്തനം കൈകാര്യം ചെയ്യാനാകുന്ന ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ലെവൽ 3 ഗണത്തിൽ വരുന്നത്. അപ്പോൾ ലെവൽ 3 ഗണത്തിൽ വരുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി ഉൾപ്പെട്ട് പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് വരുന്നത്. അപ്പോൾ ലെവൽ 3 ദുരന്തമായി അംഗീകരിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുടെ അടക്കം ഫണ്ടും ദേശീയ രാജ്യാന്തര തലത്തിലുള്ള സഹായവും സ്വീകരിക്കാനാണ്. അപ്പം കൂടുതലും ഇത് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിനെ ലെവൽ 3 ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ദുരന്തങ്ങൾ എന്ന് പറയുന്ന 4 വിഭാഗമാണുള്ളത്. ലെവൽ 0 അധികം ആഘാതമില്ലാത്ത സാധാരണ ദുരന്തം. ലെവൽ 1 ജില്ലാതലത്തിലെ പരിഹാരം കാണാം, അതായത് ആ ജില്ലയ്ക്ക് തന്നെ ആ ദുരന്തമുണ്ടായ സ്ഥലത്തിന് പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്. ലെവൽ 2 എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്ന, അതായത് ഇപ്പോൾ ഒരു ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ സംസ്ഥാനം വന്ന് ആ സംസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ദുരന്തം. ലെവൽ 3 എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി മാത്രം ഉണ്ടെങ്കിൽ, അതായത് അവരുടെ സഹായം കൂടി ചേർന്ന് കൈകാര്യം ചെയ്ത് പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ലെവലാണ് ലെവൽ 3 എന്ന് പറയുന്നത്. അപ്പം കേരളത്തിന്, നമ്മുടെ വയനാടിന് എന്തായാലും ലെവൽ 3 ആയിട്ട് തന്നെ പ്രഖ്യാപിക്കണം. കാരണം അത്രയും നാശനഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. കൃഷിയാണെങ്കിലും ഓരോരുത്തരുടെ കിടപ്പാടമാണെങ്കിലും അവരുടെ ഭൂമിയാണെങ്കിലും ഒരുപാട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നശിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് മേഖലകളിലൊക്കെയാണ് നാശം. പിന്നെ സ്കൂളുകൾ, അങ്ങനെയുള്ള ഒരുപാട് മേഖലയിലൊക്കെ നാശം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആകെ നമുക്ക് കിട്ടിയത് 542.89 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു പുനരുജ്ജീവനം നടക്കില്ല. അപ്പം എന്തായാലും കേന്ദ്രത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിൽ കത്തയക്കുന്ന രീതിയിൽ വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ദേശീയ ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അതെ, പ്രതീക്ഷിക്കാം.